ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാൻ നോമൻക്ലേച്ചർ എന്ന ടോപ്പിക്കിന്റെ 4 പ്രിൻസിപ്പിൾസും റൂളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂൾസ് ഓഫ് പ്രയോറിറ്റി, നോമൻക്ലേച്ചർ ടൈപ്പ്, റാങ്ക്സ് ഓഫ് ടാക്സ, നെയിംസ് ഓഫ് ടാക്സ എന്നീ റൂൾസും പ്രിൻസിപ്പിൾസുമാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതായത് എങ്ങനെയാണ് ഒരു പേര് നൽകേണ്ടതെന്നും ഏത് മുൻഗണനാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകേണ്ടതെന്നും അതിനുവേണ്ടി ഏത് നോമൻക്ലേച്ചർ ടൈപ്പാണ് യൂസ് ചെയ്തതെന്നും ഓരോ റാങ്കുകളായിട്ട് ആ ജീവജാലത്തിന് ഉൾപ്പെടുത്തുമ്പോൾ ആ ടാക്സൊക്കെ എങ്ങനെ പേര് നൽകാം എന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് ഒരു പ്ലാന്റിനെ കണ്ടെത്തി. ഞാൻ ഗവേഷണം ചെയ്തൊരു പ്ലാന്റ് പുതിയ പ്ലാന്റ് ആണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇനി അത് ലോകത്തെ അറിയിക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, ഏത് രീതിയിൽ അത് എഫക്റ്റീവായിട്ട് വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യും, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. അടുത്ത പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ആണ് ഇഫക്റ്റീവ് ആൻഡ് വാലിഡ് പബ്ലിക്കേഷൻ, അതായത് ഫലപ്രദവും സാധ്യത ഉള്ളതുമായിട്ടുള്ള പ്രസിദ്ധീകരണം. ഏതൊരു വ്യക്തിക്കും ഗവേഷണം ചെയ്ത് ജീവജാലങ്ങൾക്ക് പേര് നൽകാം, എന്നാൽ നേരത്തെ പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചിരിക്കണം എന്ന് മാത്രം. അതുപോലെ ആ പേര് ലോകത്തിലേക്ക് അറിയിക്കുമ്പോൾ, പ്രസിദ്ധീകരിക്കുമ്പോൾ ഒത്തന്റിക് ആയിട്ടുള്ള ആധികാരികതയുള്ള പ്രസിദ്ധീകരണങ്ങൾ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവുള്ളൂ, പബ്ലിഷ് ചെയ്യാവുള്ളൂ. എങ്ങനെയൊക്കെ അത് ആധികാരികതയുള്ള രീതിയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് എടുക്കാം, ഫലപ്രദമാക്കാം, അല്ലെങ്കിൽ എങ്ങനെ വാലിഡ് ആയിട്ട് സാധ്യതയുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കാം നോക്കാം. അതിനർത്ഥം ആദ്യമായിട്ട് എന്താണ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള പ്രസിദ്ധീകരണം നോക്കാം. അതായത് എവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്? ഇപ്പൊ ലോകം മുഴുവനും പ്രചാരത്തിലുള്ള പുസ്തകങ്ങളിലോ പീരിയോഡിക്കൽസിലോ ആണ് പേരുകൾ പ്രസിദ്ധീകരിക്കുന്നെങ്കിൽ അത് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. ലോകം മുഴുവനും പ്രചാരത്തിലുള്ള ഒരു പുസ്തകത്തിലോ പീരിയോഡിക്കൽസിലോ ആണ് ഞാൻ കണ്ടെത്തിയ എന്റെ വർക്ക്, ഞാൻ ഇങ്ങനെ ഒരു പുതിയ പ്ലാന്റിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പേരും സജസ്റ്റ് ചെയ്ത് ഞാൻ ലോകത്തെ അറിയിക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രസിദ്ധീകരണമാണ്. എന്നാൽ ഞാനൊരു മീറ്റിംഗിൽ ഇരുന്ന് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കില്ല. ആ ന്യൂസ് അല്ലെങ്കിൽ മീറ്റിംഗ് എന്നുള്ളത് ലോകം മുഴുവൻ എത്തണമെന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിംഗിലോ ഒരു ന്യൂസ് പേപ്പറിലോ ആണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കും. എന്താണ് സാധ്യതയുള്ള അല്ലെങ്കിൽ വാലിഡ് പ്രസിദ്ധീകരണം? പേരിനൊപ്പം ടാക്സോണിന്റെ ലാറ്റിൻ വിവരണം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളാണ് വാലിഡ് ആയിട്ടുള്ള സാധ്യതയുള്ള പ്രസിദ്ധീകരണം. ഒരാളൊരു ഗവേഷണം ചെയ്തൊരു പേര് സജസ്റ്റ് ചെയ്തെങ്കിൽ ആ പേരിനൊപ്പം, പേര് തന്നെ ലാറ്റിൻ ടൈം ആയിരിക്കണം, ലാറ്റിൻ ഭാഷയുള്ളതായിരിക്കണം, ആ പേരിനൊപ്പം ആ പ്ലാന്റിൽ ലാറ്റിനൈസ്ഡ് ഡോക്യുമെന്റേഷൻ കൂടെ നൽകിയിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഒരു വാലിഡ് ആയിട്ടുള്ള പ്രസിദ്ധീകരണം, പബ്ലിഷിംഗ് ആവത്തുള്ളൂ. മുമ്പ് സാധ്യത ഉള്ളതായിട്ട് പ്രസിദ്ധീകരിച്ച വിവരണത്തിന്റെ നേരിട്ടുള്ള അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള പരാമർശം അതോടൊപ്പം ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ മാത്രമാണ് സാധ്യതയുള്ളത്. അതായത് ഇപ്പൊ ഞാനൊരു പ്ലാന്റ് കണ്ടുപിടിച്ചു, പക്ഷേ നേരത്തെ ഒരാൾ ഇതിനെ കണ്ടുപിടിച്ചൊരു പേര് സജസ്റ്റ് ചെയ്തു, അതിന് തെറ്റെന്തെങ്കിലും ഉണ്ടാകും, എററുകൾ ഉണ്ടെങ്കിൽ എനിക്കത് പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പുതിയ പേര് നൽകി പബ്ലിഷ് ചെയ്യുമ്പോൾ നേരത്തെ ഒരാൾ വാലിഡ് ആയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. വാലിഡ് ആയിട്ട് ഒരാൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആ പ്രസിദ്ധീകരണത്തിന്റെ ഡീറ്റെയിൽസ്, ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഡോക്യുമെന്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ പണ്ട് വെണ്ടയ്ക്കയുടെ പേര് ഹിബിസ്കസ് എസ്കുലൻഡസ് എന്നായിരുന്നു. പുതിയ പേര് ആ ജീനസ് തന്നെ മാറ്റി അബോൾമോസ്കസ് എസ്കുലൻഡ എന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേരിന് മാറ്റം വരുത്തിയിട്ടുള്ള സമയത്ത് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ പഴയ പേര് എന്നാണോ അത് പബ്ലിഷ് ചെയ്തത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടായിരിക്കും പുതിയ പേര് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മുമ്പ് വാലിഡ് ആയിട്ട് ആരെങ്കിലും ഒരു പേര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പുതിയ പബ്ലിഷിങ്ങിനോടൊപ്പം തന്നെ, പ്രസിദ്ധീകരണത്തിനോടൊപ്പം തന്നെ ചേർക്കണം എന്നതാണ് റൂളിൽ പറയുന്നത്. അങ്ങനെ ചേർത്താൽ മാത്രമാണ് അത് വാലിഡ് ആയിട്ടുള്ളൊരു പബ്ലിഷിംഗ് ആവുക. അങ്ങനെ ഞാനൊരു പേര് സജസ്റ്റ് ചെയ്ത്, ഒരു പുതിയ പ്ലാനിനെ കണ്ടുപിടിച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് സങ്കല്പിക്കുക. പക്ഷെ ആ പേര് നിയമാനുസൃതമാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതായത് റൂൾസിന് അനുസരിച്ചിട്ടാണോ ആ പേര് നൽകിയത് അല്ലെങ്കിൽ റൂൾസിന് എഗെയിൻസ്റ്റ് ആണോ ആ പേര് നൽകിയത് എന്നതാണ് ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ ഇൽലെജിറ്റിമേറ്റ് നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ലെജിറ്റിമേറ്റ് നെയിം? അതായത് നിയമാനുസൃത നാമം, നിയമത്തിന് അനുസരിച്ചുണ്ടായ നാമം. എല്ലാ നിയമങ്ങൾക്കും അനുസൃതമായി വളരെ സാധുതയായിട്ട്, അതായത് വാലിഡ് ആയിട്ട് പ്രസിദ്ധീകരിച്ച നാമത്തിനെയാണ്
നിയമാനുസൃത നാമം അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് നെയിം എന്ന് പറയുന്നത്. മറ്റൊരു പേര് ടൈപ്പ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന യഥാർത്ഥ നിയമാനുസൃത നാമമാണ് ബേസിക്. മുമ്പ് ഒരാൾ കണ്ടെത്തിയ നൽകിയ സയന്റിഫിക് നെയിം ഉള്ള ഒരു ചെടിയുടെ പേര് ഞാൻ പുതിയ വർക്കിലൂടെ അതിന്റെ പേര് മാറ്റി വളരെ എഫക്റ്റീവായിട്ട് വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. നേരത്തെ ചെയ്ത ആളും വളരെ എഫക്റ്റീവായിട്ട് വാലിഡ് ആയിട്ടായിരിക്കും അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പേരിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ വരുത്തി ഞാൻ അതിനെ മാറ്റം വരുത്തി പുതിയ പേരിട്ട് പുതിയ രീതിയിൽ എഫക്റ്റീവായി വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്താൽ ആ പുതിയ പേരാണ് ബേസിയോണീം എന്ന് പറയുന്നത്. ഓൾഡ് പേരിന്റെ പുതിയ പേര് ബേസിയോണീം. അപ്പൊ അത് ഒരു നിയമാനുസൃത പേരാണ്. നെക്സ്റ്റ് ഇൽ ലെജിറ്റിമേറ്റ് നെയിം, നിയമവിരുദ്ധ നാമം. അപ്പൊ എന്തായിരിക്കും? പറഞ്ഞിരിക്കുന്ന റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് പാലിക്കാതെ തയ്യാറാക്കിയ പേരുകളായിരിക്കും നിയമവിരുദ്ധ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമസംഹിതയിലെ ഒന്നോ അതിലധികമോ ആർട്ടികൾക്ക് വിരുദ്ധമായിട്ടുള്ള സാധുതയായിട്ടുള്ള പ്രത്യേകിച്ച നാമത്തെയാണ് നിയമവിരുദ്ധ നാമം എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ വാലിഡ് ആയിട്ടായിരിക്കും പബ്ലിഷ് ചെയ്തത്, പക്ഷേ അവിടെ ആ പേരുകൾ നമ്മൾ നൽകിയത് ഒന്നോ രണ്ടോ ആർട്ടിക്കിൾസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, റൂളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ആ പേരുകളാണ് നിയമവിരുദ്ധ നാമം എന്നറിയുന്നത്. അങ്ങനെയുള്ള പേരുകളെ നിരസിക്കണം, റിജക്ട് ചെയ്യണം എന്നാണ് റൂൾസിൽ പറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാം റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള ചില നിയമവിരുദ്ധ നാമങ്ങളാണ് ഒന്ന് പര്യായങ്ങൾ, സിനോണിംസ്, ദെൻ ഹോമോണിംസ് എന്നറിയപ്പെടുന്നു, അതുപോലെ ടാർട്ടോണിംസ്. അടുത്തത് സിനോണിം. ഒരേ ടാക്സോണിനോ അല്ലെങ്കിൽ ഒരേ ടാക്സോണിക് ഗ്രൂപ്പിനോ ഉള്ള വ്യത്യസ്ത പേരുകൾ, ഒന്നിലധികം പേരുകളെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെടിക്ക് തന്നെ വേറൊരു പേരുമുണ്ട്, രണ്ടും വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അങ്ങനെ രണ്ട് പേരുകളും പ്രസിദ്ധീകരിച്ചെങ്കിൽ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ചിലത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്, മറ്റേത് റിജക്ട് ചെയ്യും. അപ്പൊ ഏതാണോ കറക്റ്റ് നിയമാനുസൃതം ഉള്ളത് അതായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലാത്തത് നിയമവിരുദ്ധമാണെങ്കിൽ റിജക്ട് ചെയ്യും. സിനോണിംസ് എല്ലാം റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇനി ഇത് എങ്ങനെ ഈ പേരുണ്ടായി? ഒരേ ടൈപ്പിൽ നിന്നായിരിക്കാം, ഒരേ ടൈപ്പ് നോമൻക്ലേച്ചർ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ഈ രണ്ട് പേരുകൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേരിൽ ഏതാണോ വാലിഡ് ആയിട്ടുള്ളത് അത് മാത്രം അക്സെപ്റ്റ് ചെയ്യും, മറ്റേത് റിജക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരേ ടാക്സോൺ ഗ്രൂപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ടാക്സോൺ വെച്ചിട്ട് അതിന് തന്നെ വ്യത്യസ്ത പേരുകൾ ഉണ്ടാകാം. ഒരേ ജീനസ് തുടങ്ങുന്ന മറ്റൊരു രണ്ട് പേരുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പേരുകളും ഒരേ ചെടിയാണെങ്കിൽ അതും സിനോണിമിൽ ഉൾപ്പെടുത്തും. അതിൽ വാലിഡ് ആയിട്ടുള്ള മാത്രം അക്സെപ്റ്റ് ചെയ്യും, മറ്റേത് റിജക്ട് ചെയ്യും. അപ്പോൾ ഒരു ചെടിയുടെ തന്നെ വ്യത്യസ്ത പേരുകളാണ് സിനോണിം എന്ന് പറയുന്നത്. അടുത്തത് ഹോമോണിം. ഹോമോണിമിന് സിമ്പിൾ ആക്കി വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ നമുക്കറിയാം. ഡ്യൂപ്ലിക്കേറ്റ്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് പോലെയൊക്കെ പറയാൻ പറ്റും. അതായത് ഒരു ഡിഫറന്റ് ടൈപ്പുകളെ അടിസ്ഥാനമാക്കി ഒരേ റാങ്കുകളുള്ള ഒരേ ടാക്സോണിന് വളരെ വാലിഡ് ആയിട്ട് പ്രസിദ്ധീകരിച്ച പേരിന്റെ അതേ രീതിയിലുള്ള മറ്റൊരു പേര്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ചെടിക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട്, അതേ പേര് വേറൊരു വ്യക്തി മറ്റൊരു ചെടിക്ക് നൽകും. അതായത് രണ്ട് ഡിഫറന്റ് ചെടികൾക്ക് ഒരേ പേര്. അങ്ങനെ വരുന്ന പേരുകളെയാണ് ഹോമോണിം എന്ന് പറയുന്നത്. അതായത് രണ്ട് ഡിഫറന്റ് ടൈപ്പുകൾക്ക് അല്ലെങ്കിൽ രണ്ട് ഡിഫറന്റ് സ്പീഷീസുകൾക്ക് ഒരേ പേരുകൾ വന്നാൽ, ഒരു ബന്ധമില്ലാത്ത രണ്ട് ചെടികൾക്ക് ഒരേ പേര് വന്നാൽ അത് ഹോമോണിം. എക്സാമ്പിൾ, ജെട്രോഫ ഹെട്രോഫില എന്ന ചെടിയുടെ പേര് മറ്റൊരു ചെടിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജെട്രോഫ ഹെട്രോഫില എന്ന രണ്ട് ചെടിയുണ്ട്, രണ്ടും രണ്ട് ടൈപ്പ് ചെടിയാണ്, രണ്ടും സെയിം സ്പീഷീസ് അല്ല, രണ്ടും രണ്ട് ടൈപ്പ് ചെടികൾക്കും ഒരേ പേര് നൽകി, അതാണ് ഹോമോണിം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നൽകിയ പേരിനെ ഹോമോണിം എന്ന് പറയും. ഇതിനുശേഷം പുതിയ പേര് നൽകി ഈ മിസ്റ്റേക്ക് പരിഹരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരാളെ പേര് നൽകിയിട്ടുണ്ട്, അത് വളരെ വാലിഡ് ആയിട്ട് പബ്ലിഷ് ചെയ്താണെന്ന് അറിയാതെ ഒരാൾ അതേ പേരുള്ള മറ്റൊരു ചെടി പബ്ലിഷ് ചെയ്താൽ ആദ്യത്തെ പേര് വാലിഡ് ആണ്, രണ്ടാമത്തെ പേര് ഹോമോണിയം ആവും. അത് പിന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പേര് വരികയും ചെയ്യും. അടുത്തത് ടോട്ടോണിയം. അതായത് ഒരു വിശേഷണം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പേരുകളായി, അതായത് ജീനസ് സ്പീഷീസ് ഒരേപോലെ. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല, അത് റൂൾസിന് എഗേൻസ്റ്റ് ആണ്. അതും ഒരു നിയമവിരുദ്ധ പേരാണ്. ജീനസിനൊരു പേര്, സ്പീഷീസിന് ഒരു പേര്. പക്ഷെ ഇവിടെ ജീനസ് സ്പീഷീസ് സെയിം പേരുകൾ വരുന്ന അതേ ടൈപ്പ് പേരുകളാണ് ടോട്ടോണിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാലസ്. മാലസ് ജീനസ്, മാലസ് സ്പീഷീസ്, രണ്ടും ഒരേ വാക്കാണ്. അങ്ങനെയുള്ള പേരുകളാണ് ടോട്ടോണിയം എന്ന് പറയുന്നത്. അത് ഒരു നിയമവിരുദ്ധ നാമത്തിന് എക്സാമ്പിൾ. 10 റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അടുത്ത റൂളാണ് റിജക്ഷൻ ഓഫ് നെയിംസ്, അഥവാ പേര് നീക്കം ചെയ്യും. ചില പേരുകൾ നമുക്ക് റിജക്ട് ചെയ്യും, നീക്കം ചെയ്യേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇത് എങ്ങനെയുള്ള പേരുകളാണെന്ന് നോക്കാം. പേര് ഫലപ്രദമായി പ്രസിദ്ധീകരിക്കാത്തത്, നേരായ രീതിയിൽ എഫക്റ്റീവായിട്ട് പ്രസിദ്ധീകരിക്കാത്തത്, ശരിയായി രൂപപ്പെടുത്താത്ത പേരുകൾ, കറക്റ്റ് നിയമാനുസൃതമല്ലാത്ത പേരുകൾ, ടൈപ്പിഫിക്കേഷൻ ഇല്ലാത്ത പേര്, ടൈപ്പ് ഇല്ലാതെ ഒരു ടൈപ്പ് അറിയില്ല, ടൈപ്പ് വെച്ചിട്ടാണല്ലോ പേര് നൽകുന്നത്, അങ്ങനെ ടൈപ്പ് ഒന്നുമില്ല, ഒരു ഫോട്ടോഗ്രാഫും ഇല്ലാതെ കണ്ണുടച്ച ഒരാളൊരു പേര് നൽകി, അങ്ങനെയുള്ള പേരുകൾ, ലാറ്റിൻ നിർണ്ണയം ഇല്ലാത്ത, ലാറ്റിൻ ഭാഷ ഇല്ലാത്ത അല്ലെങ്കിൽ
ലാറ്റിനുമായി ടച്ച് ഇല്ലാത്ത പേരുകൾ, ഇങ്ങനെയുള്ള പേരുകളെല്ലാം റിജക്ട് ചെയ്യും. നോമൻ ന്യൂഡം, അതായത് നഗ്നനാമം, അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് നഗ്നനാമം. നോമൻ ന്യൂഡം, അതായത് ഒരു വിവരണവും ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയും ശരിയായ വിവരണത്തോടെ പ്രസിദ്ധീകരിക്കുന്നവരെ നിരസിക്കുകയും ചെയ്യുന്ന പേര്. ആദ്യം ഒരു പേര് ആരോ സജസ്റ്റ് ചെയ്തു, അത് പബ്ലിഷ് ചെയ്തു, പക്ഷെ അത് കുറെ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ അതിൽ ഒരു വിവരണവുമില്ല, അതായത് അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാതെ പ്രസിദ്ധീകരിച്ച ഒരു പേരായിരിക്കും. പിന്നീട് നല്ല വിവരണത്തോടെ, ശരിയായ വിവരണത്തോടെ ആരെങ്കിലും പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പഴയ പേരെന്ത് ചെയ്യും, നിരസിക്കുകയും ചെയ്യും. മറ്റൊരു നിരസിക്കുന്ന പേരാണ് ടോട്ടോണിയം. ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരേ പേര് റിപ്പീറ്റ് ചെയ്ത് വരിക, ജീനസിനും സ്പീഷീസിനും റിപ്പീറ്റ് ചെയ്ത പേരുകൾ നിരസിക്കും, റിജക്ട് ചെയ്യും. എക്സാമ്പിൾ മാനസ്, മാനസ്, അങ്ങനെ ഒരു പേര് ഒരിക്കലും സ്വീകരിക്കില്ല, അത് റിജക്ട് ചെയ്യും. അടുത്ത നിരസിക്കുന്ന ഒരു പേരാണ് ലേറ്റർ ഹോമോണി. ജെട്രോഫ ഹെട്രോഫിലയുടെ പേര് ആദ്യം ഒരു പേര് വന്നു, ഒരു ചെടിക്ക് ഒരു പേര് വന്നു, വാലിഡ് ആയിരുന്നു. വേറൊരു ചെടിക്കും ഇതേ പേര് വന്നാൽ ആ രണ്ടാമത്തെ പേര് റിജക്ട് ചെയ്യും, എന്നിട്ട് ആ മിസ്റ്റേക്ക് പരിഹരിച്ച് പുതിയ പേര് സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ അവിടെ റിജക്ട് ചെയ്ത പേര് ലേറ്റർ ഹോമോണിയമാണ് റിജക്ട് ചെയ്തത്. അങ്ങനെയുള്ള രണ്ടാമത് വന്ന ഹോമോണിയമിനെ റിജക്ട് ചെയ്യും. അടുത്ത ലേറ്റർ ഐസോണിയം. അതായത് ഐസോണിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ ചെടിക്ക് രണ്ട് പേരുകൾ, രണ്ടും സെയിം പേരാണ്, അത് രണ്ട് വ്യക്തികളാണ് നൽകിയത്, രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്ന് രണ്ട് സമയത്ത് സ്വന്തമായിട്ട് രണ്ടും പബ്ലിഷ് ചെയ്തു, പക്ഷെ രണ്ട് പേര് സെയിം ആണ്. അതായത് രണ്ടുപേരും തമ്മിൽ അറിയാതെ ഒരു ചെടിക്ക് ഒരു പേര് നൽകി, രണ്ടുപേരും സെയിം ആണ് നൽകിയത്. രണ്ടുപേരും കൊടുത്ത പേര് സെയിം പേരാണെങ്കിൽ ഇതിൽ ആദ്യത്തത് മാത്രം അംഗീകരിക്കും, രണ്ടാമത്തെ റിജക്ട് ചെയ്യും. ആദ്യം പബ്ലിഷ് ചെയ്ത ആരാണോ അതങ്ങ് അംഗീകരിക്കും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ കണക്കൊരു പേര് വേറൊരാൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് റിജക്ട് ചെയ്യും. ഒരു ചെടിക്ക് ഒരേ പേര് രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതിനാണ് ഐസോണിയം എന്ന്. രണ്ടും സെയിം പേര് തന്നെയാണ്, അതിനാണ് ഐസോണിയം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ മാത്രം അംഗീകരിക്കും, മറ്റേത് റിജക്ട് ചെയ്യും. അടുത്ത റൂളാണ് റിട്ടൻഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് ഇൻട്രാ സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പീഷീസിനെയും ജീനസിനെയും നിലനിർത്തുക. അതായത് ചില സ്പീഷീസിനെ റാങ്ക് മാറ്റാതെ മറ്റൊരു ജീനസിലോട്ട് മാറ്റും. അതായത് സ്പീഷീസിന്റെ നെയിം മാറി നിലവിലുണ്ടായിരുന്ന ജീനസിൽ നിന്ന് മാറി വേറൊരു ജീനസിലോട്ട് മാറ്റുമ്പോൾ ആ വിശേഷണം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമായി പോകും. ഒരു സ്പീഷീസിനെ ഒരു ജീനസിൽ നിന്നും മറ്റൊരു ജീനസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വിശേഷണങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് വേണം ആ ഒരു മാറ്റം ചെയ്യാൻ. ഒരു ജീനസിന്റെ പേര് നിയമവിരുദ്ധമാണെങ്കിൽ ആ ജീനസിലെ എല്ലാ സ്പീഷീസുകളുടെയും ബൈനറി കോമ്പിനേഷനും മാറ്റണം. ഏതെങ്കിലും ഒരു ജീനസിന്റെ പേര് എന്തെങ്കിലും ഇൻകറക്റ്റ് ആണെങ്കിൽ, നിയമവിരുദ്ധമായിട്ടാണ് അത് പേര് നൽകിയിട്ടുള്ളതെങ്കിൽ, അത് പേര് മാറ്റുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്പീഷീസിന്റെയും കോമ്പിനേഷൻസിനും മാറ്റിയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പഴയ നിർദ്ദിഷ്ട വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പേര് നൽകേണ്ടത്. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഓൾഡ് ഉണ്ടായിരുന്ന ആദ്യത്തെ വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് വേണം പുതിയ ഒരെണ്ണം ചെയ്യാൻ. അതാണ് റിട്ടൻഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് ഇൻട്രാ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് ജീനസ്. അതായത് ഒരു ജീനസിലുള്ള കുറച്ച് ചെടികളെ മറ്റൊരു ജീനസിലോട്ട് മാറ്റുക. ഫോർ എക്സാമ്പിൾ, ഹിബിസ്കസ് എന്ന ജീനസിലായിരുന്നു ചെമ്പരത്തിയും വെണ്ടയും വന്നിരുന്നത്. വെണ്ടയെ അതിൽ നിന്ന് മാറ്റി അബോൾ മോസ്കസ് എന്ന മറ്റൊരു ജീനസിലോട്ട് മാറ്റി. വെണ്ട എന്ന ജീനസ്, പുതിയ ജീനസ് എന്താണ്? അബോൾ മോസ്കസ് അല്ലേ? എന്ത് ചെയ്ത് പഴയ ജീനസ് നഷ്ടപ്പെടുത്തിയോ? ഹിബിസ്കസ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതായത് ആ ആദ്യം ഉണ്ടായിരുന്ന ജീനസിന്റെ പേര് നിലനിർത്തിക്കൊണ്ട്, ഹിബിസ്കസ് നിലനിർത്തിക്കൊണ്ട് പുതിയ ജീനസിലോട്ട് മാറ്റുക. ഇതുപോലെ തന്നെയാണ് സ്പീഷീസിന്റെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ്. സ്പീഷീസ് വിഭജിക്കുമ്പോഴും ഇതുപോലെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അതായത് പഴയ പേര് നിലനിർത്തിക്കൊണ്ടായിരിക്കണം പുതിയതിനെ മാറ്റുന്നത്. അടുത്ത റൂളിൽ വരുന്നതാണ് നെയിംസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. അതായത് കൃഷി ചെയ്ത സസ്യങ്ങളുടെ പേരുകൾ. അതായത് നമ്മൾ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ഇല്ലേ, നോർമലി ഉള്ള അല്ലാതെ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല പ്ലാന്റുകൾ, അങ്ങനെയുള്ള പ്ലാന്റുകളുടെ പേര് കൊടുക്കുന്നത് ICNCP എന്ന സംഘടനയാണ്. അതായത് റൂൾസിനനുസരിച്ചിട്ടാണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ ഫോർ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന ആ റൂൾ അനുസരിച്ചിട്ടാണ് പേരുകൾ നൽകുന്നത്. ഇവിടെ ആ നിയമങ്ങളെല്ലാം കടമെടുത്തിരിക്കുന്ന ICNL തന്നെയാണ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ തന്നെയാണ് കടമെടുത്ത നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് പേര് നൽകുന്നത്. പക്ഷെ ഇവിടെ അധികമായിട്ട് ഒരു പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്ന പ്ലാന്റ് തിരിച്ചറിയാൻ വേണ്ടി ഒരു കൾട്ടിവേറ്റഡ് റാങ്ക്, കൾട്ടിവറിന്റെ റാങ്ക് കൂടി, CV എന്ന റാങ്ക് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അത് പക്ഷെ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വലിയ അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ലാറ്റിനല്ല, ഒരു പൊതുനാമമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാറ്റിൻ ടൈമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു പൊതുനാമമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇറ്റാലിക്സിൽ എഴുതേണ്ട ആവശ്യമില്ല. കൾട്ടിവേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് കൾട്ടിവറിന്റെ റാങ്ക് കൂടെ ചേർത്ത് അത് ഇറ്റാലിക്സിലല്ലാതെ ലാറ്റിൻ അല്ലാതെ ആയിരിക്കും ഒരു പൊതുനാമമായിട്ട്, കോമൺ നെയിമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിന്റെ പേര് നൽകുന്നത്. അതുപോലെ നെയിംസ് ഓഫ് ഹൈബ്രിഡ്സ്.
സങ്കര ഇനങ്ങളുടെ ക്രോസ് ചെയ്ത പ്ലാന്റ്സിന്റെ ഒക്കെ പേര് കൊടുക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഗുണന ചിഹ്നം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നോത്തോ എന്ന പ്രിഫിക്സ് ഉപയോഗിച്ചോ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുണന ചിഹ്നം ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഹൈബ്രിഡിറ്റി കാണിക്കുന്നത്, അതിന്റെ ഹൈബ്രിഡിറ്റിയെ സൂചിപ്പിക്കുന്നത്. എപ്പോഴും ഫസ്റ്റ് കൊടുക്കുന്ന പേര് ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും. അതൊരു മെയിലും ഫീമെയിൽ പ്ലാന്റ് ക്രോസ് ചെയ്തിട്ടായിരിക്കും പുതിയ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്നത്. അവിടെ എടുത്തിരിക്കുന്ന ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതാണ് അതിന്റെ റൂളിന്റെ പ്രത്യേകത. എക്സാമ്പിൾ ആയിട്ട് സാലിക്സ് ഓറിറ്റ ഇൻഡു സാലിക്സ് കാപ്രിയ. ഇവിടെ സാലിക്സ് ഓറിറ്റ ഒരു ഫീമെയിൽ പ്ലാന്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് പ്ലാന്റും ക്രോസ് ചെയ്ത് കാണിക്കാൻ അങ്ങനെ ഇൻഡു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാലിക്സ് റൂബൻസ് നോത്തോ വെറൈറ്റി, വെറൈറ്റിയുടെ പേരാണ് വിയർ വെറൈറ്റി ബസ് ഫോർഡിയാന എന്ന പേര് കൊടുത്തിരിക്കുന്നുണ്ട്. അതൊരു സങ്കര ഇനത്തിന്റെ പേരാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഗുണനചിഹ്നം കൊടുത്തിട്ട് ട്രിറ്റിക്കോ സെക്കാസിൽ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ. അതിന്റെ അർത്ഥം അത് ട്രിറ്റിക്കും സെക്കയും തമ്മിൽ ക്രോസ് ചെയ്ത് കാണിക്കാനാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റോസ വെബിയാന പ്ലസ് റോസ ഫ്ലോറിബെണ്ട, ഈ രണ്ട് പ്ലാന്റും തമ്മിൽ ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കാനാണ് പ്ലസ് കൊടുത്തത്. ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുത്ത പുതിയ സങ്കര ഇനമാണ് കാണിക്കാനാണ് അവിടെ പ്ലസ് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സങ്കര ഇനങ്ങൾക്കും കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനെല്ലാം പേര് നൽകുന്നതിനും നിയമങ്ങൾ ഉണ്ട്. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാന്റ് നോമൻക്ലേച്ചർ എന്ന ടോപ്പിക്കിന്റെ എല്ലാ നിയമങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക്സിന്റെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.